ഇന്ത്യൻ ദേശീയതയെ തകർക്കാൻ ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഏറ്റവും എളുപ്പ വഴി എന്തായിരുന്നു എന്ന് അറിയാവൂ? വേറെ മറ്റൊന്നുമല്ല, നമ്മളെ വർഗീയമായി തല്ലിക്കുക എന്നത് മാത്രമായിരുന്നു. സംഘപരിവാറിന്റെ ലക്ഷ്യങ്ങൾ പച്ച പിടിക്കാതെ പോയ ഏക സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ കേരളത്തെ കുറിച്ച് നിരന്തരം അപവാദങ്ങൾ പ്രചരിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ താറടിച്ചു കാണിക്കുന്ന നിലപാട് തന്നെയാണ് എല്ലാ കാലത്തും BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള മഹാരാഷ്ട്ര മന്ത്രി നിതീഷ് റാണയുടെ പ്രസ്താവനയിൽ മത തീവ്രവാദം വിളയാടുന്ന മണ്ണാണ് ഇടതുപക്ഷം ഭരിക്കുന്ന കേരളം എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം തന്നെയാണ്. ഇതിന്റെയൊക്കെ ലക്ഷ്യം എന്താണ്? ഒന്നേ ഒന്ന് മാത്രമാണ്: ഒത്തൊരുമിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ജനത്തെ തമ്മിൽ തമ്മിൽ തല്ലിക്കുക. അതല്ലാതെ ഇതിന് പിന്നിൽ മറ്റൊന്നും തന്നെ ഇല്ല. ഇസ്ലാം മതവിഭാഗത്തെ എങ്ങനെയൊക്കെ താറടിക്കാമോ അതൊക്കെ ചെയ്ത് അതിൽ നിന്ന് മുതലെടുക്കുന്ന മതസ്പർദ്ധയെ സമർത്ഥമായി ഉപയോഗിക്കുക എന്ന അടിസ്ഥാന ലക്ഷ്യത്തിൽ രൂപപ്പെടുത്തിയെടുത്തിയ കേരള സ്റ്റോറി ഉണ്ടാക്കിയ വിവാദങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെയാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. സംസ്ഥാനത്ത് നിന്ന് 32,000 പേർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരായി സിറിയയിലേക്കും യമനിലേക്കും നാട് കടത്തപ്പെട്ടുവെന്നും ഇവർ ISISന്റെ ഭീകരവാദികളായി അവിടെ കഴിയുന്നുണ്ട് എന്നുമായിരുന്നു കേരള സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മതിയായ കണക്കുകളുടെയോ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല കേരള സ്റ്റോറിയിലൂടെ സംഘപരിവാർ പ്രചാരകർ ഈ അവകാശവാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് വൻ വിവാദം ഉണ്ടാക്കിയപ്പോൾ ചലച്ചിത്രത്തിലെ കണക്കുകൾ പിന്നീട് തിരുത്തേണ്ടി വന്നത് ചരിത്രമായി തന്നെ നിലനിൽക്കും. ഇതിലൂടെ തന്നെ കേരളത്തിനെതിരെ വിദ്വേഷ പ്രചരണം മാത്രമാണ് ആ സിനിമ ലക്ഷ്യം വെച്ചതെന്ന് ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ്. പിന്നെ മറ്റൊന്നാണ് ലവ് ജിഹാദ്. മുസ്ലിം വിഭാഗത്തെ മറ്റു മതങ്ങളിൽ നിന്ന് മാറ്റി അടുപ്പിക്കുക, അവരെ ഒറ്റപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെ സംഘപരിവാർ ഇറക്കിയിരുന്ന ഒരു അടുത്ത കാന്തായിരുന്നു ലവ് ജിഹാദ്. വിവിധ മതങ്ങളിലുള്ള പെൺകുട്ടികളെ പ്രണയം നടിച്ച് വിവാഹം കഴിച്ച് ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുകയും ശേഷം സിറിയയിലേക്ക് നാട് കടത്തുകയും ചെയ്യുന്ന ലവ് ജിഹാദിന്റെ കേന്ദ്രമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനായിരുന്നു കേരള സ്റ്റോറി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. കേരളത്തെ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി മുദ്രകുത്തി വേറെയുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വോട്ട് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടം കേരളമാകുമെന്ന ഭീതി പരത്തുക ചെയ്യുകയായിരുന്നു ഇപ്പോൾ സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. RSSന്റെ ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കേരളം അടുപ്പിക്കുന്നില്ല എന്നതാണ് അവരെ നിരന്തരം ഇത്തരത്തിലുള്ള നുണ പ്രചരണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെ. വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമല്ല, ഇവിടെയുള്ള ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലും സംസ്ഥാന സർക്കാർ ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പലസ്തീൻ പ്രശ്നത്തിലും പൗരത്വ ഭേദഗതി നിയമത്തിലും ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിലും സർക്കാർ കൈക്കൊണ്ട നിലപാടുകൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് മുസ്ലിം പക്ഷപാതിത്വം എന്നുള്ള ആരോപണം അവർ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് പരസ്യമായി പറയുകയും CAA NRC ബില്ലിനെതിരെ നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കുകയും ചെയ്ത സംസ്ഥാനമാണ് കേരളം. എല്ലാവരെയും ഒന്നായി കാണുന്ന ഇന്ത്യയിൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ട് പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുന്ന നെറികെട്ട വ്യവസ്ഥക്കെതിരെയുള്ള ഇടപെടലുകൾ എങ്ങനെയാണ് മുസ്ലിം പ്രീണനമാകുന്നത്? ഒരിക്കലും അതൊരു മുസ്ലിം പ്രീണനമല്ല, മറിച്ച് അത് ജനങ്ങളുടെ താല്പര്യം മുന്നിൽ കണ്ട് ചെയ്തത് മാത്രമാണ്. ഇസ്രായേൽ പലസ്തീൻ ജനതയ്ക്കെതിരെ നടത്തിക്കൊണ്ടിരുന്ന വംശഹത്യക്കെതിരെ കേരളം അതിശക്തമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അധിനിവേശം നേരിടുകയും അടിച്ചമർത്തൽ അനുഭവിക്കുകയും ചെയ്യുന്ന ജനവിഭാഗത്തോടുള്ള ഐക്യദാർഢ്യത്തെയും പ്രീണനമായി വ്യാഖ്യാനിക്കാൻ തന്നെയാണ് സംഘപരിവാറിന് താല്പര്യം. എന്നാൽ ഈ പറഞ്ഞ വിഷയങ്ങളെ ഒരു മതവുമായി മാത്രം ബന്ധപ്പെടുത്താനും ആ മതത്തിന്റെ മാത്രം വിഷയമാക്കി ചുരുക്കാനും ശ്രമിച്ച സംഘപരിവാറിന് മുതലെടുക്കാനുള്ള അവസരമൊരുക്കാൻ ചിലർ രംഗത്ത് വരുന്നതിനെ ഗൗരവത്തോടെ തന്നെയാണ് കാണേണ്ടത്. ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും യഥാർത്ഥത്തിൽ ഒന്ന് തന്നെയാണ്: വർഗീയത. ജാഗ്രത കാണിക്കേണ്ടത് മതേതര വിശ്വാസികൾ തന്നെയാണ്.